പ്രശാന്ത് സാർ, എല്ലായിടത്തും ഇന്ത്യയും പാകിസ്ഥാനുമാണ് ചർച്ചാ വിഷയം. നമുക്കും ഇന്ന് അത് തന്നെയാണ് ചർച്ചാ വിഷയം. പക്ഷേ ഇതിന് പിന്നിൽ പാകിസ്ഥാൻ ഒരു പിന്തുണ പ്രഖ്യാപിച്ച ഒരു രാജ്യമുണ്ട്. രാജ്യങ്ങളിൽ ഒരാളാണ് ചൈന. ചൈനയിൽ ഇന്ത്യ ഇതുപോലെ പാകിസ്ഥാനിൽ ഇട്ടതുപോലെ ഒരു മിസൈൽ ഇടുന്നു. അതിനൊരു തിരിച്ചടി എന്നുള്ള രീതിയിൽ അതേ അളവിൽ അതേ തീവ്രതയിൽ ചൈനയും തിരിച്ച് ഇന്ത്യയിലേക്ക് ഒരു മിസൈൽ ഇടുന്നു. എന്തുകൊണ്ട് ഈ സമയത്ത് ഇന്ത്യ തിരിച്ചടിച്ചു എന്നുള്ളതാണ് പലരുടെയും ചോദ്യം. പലരുടെയും എന്ന് വെച്ചാൽ ഇന്ത്യക്കാരുടെ അല്ല, ലോക രാജ്യങ്ങൾ ഉൾപ്പെടെ ഈ രീതിയിൽ അതിശക്തമായി ഇന്ത്യ എന്തുകൊണ്ട് തിരിച്ചടിച്ചു എന്ന്. കാരണം 1971 ശേഷം ഇന്ത്യയുടെ ഭാഗത്തു നിന്നും പാകിസ്ഥാനിലേക്ക് അതിശക്തമായ ഒരു തിരിച്ചടി വരുന്നത് ഇന്ന് പുലർച്ചെയാണ്. ഇന്ന് പുലർച്ചെ 1:44 9 കേന്ദ്രങ്ങളിൽ പാകിസ്ഥാനിലേക്ക്. ഈ രീതിയിൽ ഇന്ത്യ എങ്ങനെ ശക്തമായി തിരിച്ചടിച്ചു എന്ന ചോദ്യം ഉയരുമ്പോൾ അതിനൊരു ഒറ്റ ഉത്തരമേ ഉള്ളൂ. ലോക രാജ്യങ്ങൾക്ക് മുൻപിൽ ഇന്ത്യ എന്താണെന്ന് ഇന്ത്യക്ക് തെളിയിക്കേണ്ട ഒരു അവസരമായിരുന്നു ഇന്ത്യയുടെ കരുത്ത് തെളിയിക്കാനുള്ള ഒരു അവസരമായിരുന്നു. നമുക്കറിയാം, ചൈനയുണ്ട് പാകിസ്ഥാന് പിന്നിൽ. ചൈനയ്ക്ക് നേരിട്ട് ഇന്ത്യയോട് മുട്ടാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് പാകിസ്ഥാൻ ചൈനയുടെ ഒരു ടൂളായി മാറുന്നു എന്നുള്ള രീതിയിലേക്കുള്ള ചർച്ചകളൊക്കെ വരുന്നുണ്ട്. ഇതൊക്കെ നമ്മുടെ കൂടി ഒരു കാൽക്കുലേഷൻ ആണ്. ഇത്തരം കാര്യങ്ങൾ കൊണ്ടായിരിക്കാം ഇന്ത്യ ഇന്ന് അതിശക്തമായി തിരിച്ചടിച്ചത് എന്നുള്ളത്. എന്റെ ചോദ്യവും അത് തന്നെയാണ് പ്രശാന്ത് സാർ. നമ്മൾ എത്തിച്ചേരുന്ന ഒരു കാൽക്കുലേഷൻ എത്രത്തോളം ശരിയാണ്? യഥാർത്ഥത്തിൽ തിരിച്ചടി ലഭിച്ചത് ചൈനയ്ക്ക് കൂടിയല്ലേ? ഉറപ്പായിട്ടും ഇതിനകത്ത് വലിയൊരു കാര്യമുണ്ട്. കാരണം ഈ ഒരു യുദ്ധം നമുക്കിത് ഇന്നലെ നടത്തിയ പോലെ സർജിക്കൽ സ്ട്രൈക്ക് പോലെ ഇന്നലെ രാത്രി നടത്തിയ ഒന്നോ രണ്ടോ സർജിക്കൽ സ്ട്രൈക്കിനകത്ത് തീരുന്ന ഒരു രാജ്യമേ ഉള്ളൂ പാകിസ്ഥാൻ. അപ്പൊ ഇന്നലത്തോടു കൂടി തന്നെ പാകിസ്ഥാൻ വിറങ്ങലിച്ച് നിൽക്കുകയാണ്. പാകിസ്ഥാൻ ഇനി എന്ത് സംഭവിക്കുമെന്ന് അറിയത്തില്ല. പാകിസ്ഥാന് തിരിച്ചടിക്കാൻ പറ്റുമെങ്കിൽ തന്നെ നമ്മളെ 10 കല്ലെടുത്ത് എറിയുമ്പോൾ തിരിച്ച് ഒരു കല്ലെടുത്ത് എറിയുന്നത് പോലെയൊക്കെ നടക്കത്തുള്ളൂ. അപ്പൊ ഇതിന്റെ പുറകിൽ പാകിസ്ഥാൻ ഇപ്പോഴും പ്രതീക്ഷിക്കുന്നത് അവർക്ക് സഹായിക്കാൻ സാധ്യതയുള്ള തുർക്കിയും ചൈനയുമാണ് അവർ ആദ്യത്തെ പ്രതീക്ഷ. അതിനുശേഷം ഇസ്ലാമിക രാജ്യങ്ങളുടെയൊക്കെ ആരുടെയെങ്കിലും ഒക്കെ സഹായം ഉണ്ടാകുമോ എന്നുള്ളതൊക്കെ അവർ പ്രതീക്ഷിക്കുന്നുണ്ടോ. പക്ഷേ നമ്മൾ ഇത് എത്ര കാലം കൊണ്ട് അനുഭവിക്കുകയാണെന്ന് അറിയാം. 1947 സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം അന്ന് സ്വാതന്ത്ര്യം മേടിച്ചപ്പോഴുമാർ ഇന്ത്യ വിഭജിച്ചുകൊണ്ട് പോയതാ. 48 തുടങ്ങിയ യുദ്ധം. അതിനുശേഷം കാശ്മീർ വിഷയം വെച്ചിട്ട് വളരെ കാലമായിട്ട് ഈ പറയുന്ന 2014 മുമ്പുള്ള കാലം പരിശോധിക്കുമ്പോൾ ഓരോ കൊല്ലവും 6 മാസം കൂടുമ്പോൾ വളരെ വലിയ വലിപ്പത്തിൽ ഈ രാജ്യത്തെ ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം പാകിസ്ഥാനാണ് ചെയ്യുന്നത്. ഇതിന്റെ എല്ലാം പുറകിൽ ചൈന ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ ഡെവലപ്മെന്റ്സ് ഒരു പരിധിക്കപ്പുറം പോയിട്ടില്ല. ഇപ്പം ഇന്ത്യ എക്കണോമിക്കലി ഭയങ്കര വലുതായിക്കൊണ്ടിരിക്കുമ്പോൾ പാകിസ്ഥാൻ വളരെ പ്രയാസപ്പെട്ട് അല്ലെങ്കിൽ അഫ്ഗാനിസ്ഥാനെ ഡീസ്റ്റെബിലൈസ് ചെയ്ത് ഒക്കെ വളരെ കൂടുതൽ വലിപ്പത്തിൽ നോക്കിയിട്ട് നടക്കാതെ വന്ന ഒരു കാര്യമാണ് ഇപ്പൊ സാധിച്ചിരിക്കുന്നത്. അപ്പൊ ഇതിന് തിരിച്ചടി കൊടുത്തേ ഒക്കത്തുള്ളൂ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഇന്ത്യ തീരുമാനിക്കുന്നതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ, തിരിച്ചടിച്ച് ഈ പാകിസ്ഥാനെ ഇനിയും ഈ പറയുന്ന ചൈന അല്ലെങ്കിൽ മറ്റ് നമുക്കെതിരെ നിൽക്കുന്ന രാജ്യങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല. ശരിക്കും പറഞ്ഞാൽ ചൈനയുടെ പ്രോക്സിയാണ് ഈ പാകിസ്ഥാൻ എന്ന് പറയുന്നത്. നമ്മൾ പറയത്തില്ലേ, ഈ കൂലിത്തല്ലുകാരൻ അല്ലെങ്കിൽ എന്തെങ്കിലും കൊടുത്തിട്ട് പോയി തല്ലിയിട്ട് പാടാന്ന് പറയുന്ന റോളായി പോയി. ഒരു ഭക്ഷണം കഴിക്കാൻ മാർഗമില്ല, അതിനു വേണ്ടി എവിടുന്നേലും കിട്ടണമെങ്കിൽ ഇതുപോലെ യുദ്ധം നടത്തണം. അതിനകത്ത് ഈ ചൈനയ്ക്ക് ആവശ്യം ഇന്ത്യ ആയിട്ടുള്ള യുദ്ധമാണ്. അപ്പൊ നമ്മുടെ അടുത്ത് ഇനി യുദ്ധം ചെയ്യാൻ പാകിസ്ഥാൻ ഈ പറയുന്നത് പോലെ, അല്ലെങ്കിൽ ആ പഴയ ഉണ്ടാക്കി വെച്ച ഒരു ഫ്രെയിം ഉണ്ടല്ലോ പാകിസ്ഥാൻ. ഇപ്പം ദാരിദ്ര്യത്തിന്റെ അങ്ങേയറ്റമാണ്, എക്കണോമിക്കൽ ഗ്രോത്തിൽ ഏറ്റവും പുറകിലാണ്, GDP ഏറ്റവും താഴെയാണ്, ദരിദ്ര രാജ്യമാണെന്ന് പറയുമ്പോൾ നേരത്തെ കുറെ കാലത്ത് മര്യാദയ്ക്ക് പോയതിന്റെ അടിസ്ഥാനത്തിൽ ഡെവലപ്പായി പഠിച്ചെന്ന ആ രാജ്യത്തിന് ഒരു സ്കെൽറ്റൻ ഉണ്ടല്ലോ. ആ സ്കെൽറ്റൻ അകത്ത് നിന്ന് രാജ്യം രക്ഷപ്പെടാതെ ആ രാജ്യത്തെ ആയുധവൽക്കരിക്കുന്നതിന് വേണ്ടി ചൈന വളരെ കൃത്യമായിട്ട് ശ്രമിക്കുന്നുണ്ട്. നമുക്കറിയാം, ഇപ്പൊ തന്നെ ചൈനയുടെ ഭാഗമായിട്ട് ചൈനയും ഈ പറയുന്ന പാകിസ്ഥാനോട് തയ്യാറാക്കിയിട്ടുള്ള പല വിമാനങ്ങളുണ്ട്. ഇന്നലെ ഇപ്പം അതിന്റെ പേര് F-17 അല്ല, ഏതാണ്ട് ഒരു വിമാനം ഇന്നലെ അടിച്ചു തറയിട്ടുണ്ട്. അത് ചൈനയും പാകിസ്ഥാനോട് ഡെവലപ്പ് ചെയ്തെടുത്ത. അതുപോലെ മുങ്ങിക്കപ്പൽ ഇപ്പം ഈ മേടിക്കാൻ വേണ്ടി നിൽക്കുകയാണ്. അതുപോലെ പല നേവി യുദ്ധവിമാനങ്ങൾ അല്ലെങ്കിൽ യുദ്ധക്കപ്പലും ഒക്കെ ഇപ്പൊ ഇതിനെല്ലാം ഓർഡർ ചെയ്തിട്ടുണ്ട്. അതുപോലെ തുർക്കിയിൽ നിന്ന് ഡ്രോണുകൾക്ക് ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതെല്ലാം കൂടെ വന്നിട്ട് അടുത്ത 10 കൊല്ലം ആകുമ്പോഴത്തേന് ഈ ചൈന, ഈ തുർക്കി ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ പാകിസ്ഥാനെ ഏറ്റവും കൂടുതൽ ആയുധമുള്ള ഒരു രാജ്യമായിട്ട്, പട്ടിണിക്ക് യാതൊരു കുറവും കാണത്തില്ല, ആ രീതിയിൽ നിർത്തിക്കൊണ്ട് ഏറ്റവും സമ്പുഷ്ടമായിട്ട് ആയുധവൽക്കരിച്ചുകൊണ്ട് ഈ ആയുധവൽക്കരണം ഇന്ത്യയെ പോലുള്ള രാജ്യത്തിന്, അത് 2047 ആകുമ്പോഴത്തേന് ലോകം പറയുന്നു ഇന്ത്യയുടെ എക്കണോമിക്കൽ ഗ്രോത്ത് ഈ ലോകത്തെ മറ്റ് രാജ്യങ്ങളെക്കാളൊക്കെ ഭയങ്കരമായിട്ട് മുന്നേറിപ്പോവും. അല്ലെങ്കിൽ ആ രീതിയിലേക്ക് രാജ്യം മാനുഫാക്ചറിംഗിൽ എല്ലാ കാര്യത്തിലും മുന്നേറും. അതുകൊണ്ടാണ് എല്ലാ രാജ്യങ്ങളും അങ്ങോട്ട്. അപ്പൊ ഇതിന് തടസ്സം നിൽക്കേണ്ടതിന്റെ ഏറ്റവും കൂടുതൽ ആവശ്യം, അല്ലെങ്കിൽ മാനുഫാക്ചറിംഗിൽ ലോകത്ത് ചൈനയെ വെല്ലുന്ന രീതിയിൽ ഇന്ത്യ വന്നാൽ ചൈനയുടെ നിലനിൽപ്പ് അല്ലെങ്കിൽ അയാളുടെ എക്കണോമിക്കൽ ഗ്രോത്ത്
ഒക്കെ കുഴപ്പം. ചൈനയുടെ മുന്നേറ്റത്തിന് ഇപ്പൊ തടസ്സം വന്നിരിക്കുകയാണ്. കാരണം നമ്മൾ പറയത്തില്ലേ വളരുന്നതിന് ഒരു പരിധി ഉണ്ടെന്ന്. അപ്പം മാക്സിമത്തിൽ നിൽക്കുകയാണ്. അപ്പൊ അവിടെ ഇപ്പൊ ഈ താരിഫിന്റെ വിഷയം വെച്ചിട്ടൊക്കെ ഭയങ്കര പ്രശ്നത്തിലേക്കാണ്. ചൈനയാണെങ്കിൽ ദീർഘമായിട്ട് പരിശോധിക്കുമ്പോൾ ചൈനയ്ക്കകത്ത് കച്ചവടങ്ങളൊക്കെ കുറഞ്ഞ, ചൈനയ്ക്കകത്ത സാധനങ്ങൾ വിൽക്കാൻ പറ്റാത്ത രീതിയിലേക്ക് കുറഞ്ഞ ദിവസം കൊണ്ട് ട്രംപ് വന്നതിന് ശേഷം തന്നെ സംഭവിച്ചിട്ടുണ്ട്. അപ്പൊ ഇന്ത്യ അവർക്ക് കൈകാര്യം ചെയ്യണം. നേരത്തെ കൈകാര്യം ചെയ്യണം, ഒരു രീതിയിൽ ഡെവലപ്മെന്റ്സ്. ഇപ്പം പർപ്പസ്ഫുള്ളി കൈകാര്യം ചെയ്യണം. അതിനുവേണ്ടി സഹായം ചെയ്തു കൊടുക്കുക. ഏതർത്ഥത്തിൽ ഇപ്പൊ ഈ നമ്മൾ നടത്തിയ അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം വെളുപ്പിനെ നടത്തിയ യുദ്ധത്തിന് ശേഷവും പാകിസ്ഥാൻ സംസാരിച്ചതും പരാതി പറഞ്ഞതും ഞങ്ങളുടെ പരമാധികാരത്തിലേക്ക് കടന്നു കയറിയിരിക്കുന്നു, സാധാരണക്കാരനെ അടിച്ചിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ ചൈനയായിട്ട് പരാതി പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇന്റർനാഷണൽ മാധ്യമത്തിലൊക്കെ ചർച്ചയുണ്ട്. അപ്പൊ ഈ പാകിസ്ഥാനെ ഇനിയും ഇതേ രീതിയിൽ വിടാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ പാകിസ്ഥാനെ അങ്ങനെ ഈ പറയുന്നത് പോലെ അങ്ങ് പോട്ടെ, കയറി അടിച്ചു, പണ്ടത്തെ കൂട്ടുള്ള ആക്രമണത്തിന്റെ കൂടെ കണ്ട് അല്ലെങ്കിൽ ഒരു ചൊറിഞ്ഞും മാന്തിയും വിട്ടാൽ പാകിസ്ഥാനെ ഈ പറയുന്ന ചൈന നമ്മളുടെ ഉപയോഗിക്കും. നമ്മളുടെ ഇതുപോലുള്ള ഗ്രോത്തിന് ഇപ്പൊ തന്നെ അറിയാമല്ലോ, ഈ ഒരു ഇതോടുകൂടി നമ്മളുടെ അകത്ത് ഇന്ത്യയിൽ മൊത്തത്തിൽ വായിച്ചില്ലെങ്കിൽ കാശ്മീരിലെ അവസ്ഥ അറിയാൽ ഏറ്റവും ഭയങ്കര ഡെവലപ്മെന്റ്സ് വന്ന കാശ്മീരിൽ ഇപ്പം ഒരു വിദേശി പോലും വരുന്നില്ല. അവിടുത്തെ ആ സംവിധാനത്തിനകത്ത് വീണ്ടും പഴയതുപോലെ ആയി. കാശ്മീരിൽ ആൾക്കാർക്ക് ജോലിയില്ല. അപ്പൊ ഇത് ഇന്ത്യ മൊത്തം ബാധിക്കുന്ന രീതിയിലേക്കും പല ആക്രമണത്തിനും. അതിനി ഒരു സാധ്യത ഇന്ത്യ ഉണ്ടാക്കി കൊടുക്കുന്ന ഒരവസ്ഥ ഉണ്ടാവത്തില്ല. അതായത് ഈ യുദ്ധം പാകിസ്ഥാൻ ഇന്ത്യ അവസാന യുദ്ധം എന്നുള്ള രീതിയിലേക്കൊക്കെ കാര്യങ്ങൾ ഉരുത്തിരിഞ്ഞാലും നമുക്ക് അത്ഭുതപ്പെടാനൊന്നുമില്ല. ഇന്നിപ്പം കയറി അടിച്ചതിന് ശേഷം നമ്മൾ യുദ്ധം നിർത്തിയിരിക്കുന്നു എന്ന് പറയാം, നമ്മളെ തിരിച്ചടിക്കുമെന്നുള്ള രീതിയിലേക്ക് പാകിസ്ഥാൻ പറഞ്ഞിട്ട് പാകിസ്ഥാന് തിരിച്ചടിക്കാൻ പറ്റത്തില്ല. നിങ്ങൾ വാർത്തയിലൊക്കെ കണ്ടു കാണുക, വ്യാജ വാർത്ത. നമ്മുടെ 9 വിമാനം അടിച്ചിട്ടെന്നാ പറഞ്ഞത് ആദ്യത്തെ ദിവസം. ഇന്നലെ വരെ ബോംബ് ഇടുമെന്ന് പറഞ്ഞവൻ ഇന്ന് രാവിലെ ഇട്ടേക്കുന്ന ട്വീറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ രാജ്യത്തേക്ക് ഇരച്ചു കയറി നമ്മുടെ പട്ടാളക്കാരെല്ലാം നമ്മുടെ പോസ്റ്റ് വിട്ട് ഓടി, അവസാനം ഓടി വന്ന് നമ്മൾ ഈ വെള്ളക്കൊടി കാണിക്കുമല്ലോ, ഞങ്ങളെ രക്ഷിക്കണേന്ന് പറഞ്ഞ ആ വെള്ളക്കൊടി കാണിച്ചുകൊണ്ട് നമ്മൾ പിന്നെ തിരിച്ച് നമ്മുടെ കുറെ പട്ടാളക്കാരെയും പിടിച്ചോണ്ട് പോയെന്ന് പറഞ്ഞുകൊണ്ട് അവൻ ആദ്യത്തെ പോസ്റ്റ് ഇട്ട, ഈ പ്രതിരോധ മന്ത്രി ആദ്യത്തെ പോസ്റ്റ് ഇട്ട. ഇപ്പൊ അത് തിരുത്തിയിട്ടുണ്ടെന്നൊക്കെ പറയുന്നു. അതുപോലെ തന്നെ നമ്മുടെ വിമാനങ്ങൾ വെടിവെച്ചിട്ടു. എന്റെ പിന്നെ നമ്മൾ റാഫേൽ വിമാനം ഉപയോഗിച്ചോന്ന് പോലും സൈന്യം ഇന്ന് പത്രസമ്മേളനത്തിൽ പോലും പറഞ്ഞിട്ട് നമ്മൾ ഏതൊക്കെ വിമാനം ഉപയോഗിച്ചത്, ഇവരെ റാഫേൽ ഉൾപ്പെടെ അടിച്ചിട്ടേക്കുന്നത്. കാരണം റാഫേലാണല്ലോ ഏറ്റവും തിളങ്ങിയിരിക്കുന്നത് എന്നാ പറഞ്ഞേക്കുന്നത്. അപ്പൊ ഇതെല്ലാം വ്യാജമാണ്. അതുപോലെ ബലൂചിസ്ഥാനിൽ നടക്കുന്ന സ്ഫോടനം ഇന്നലെ ഇന്ത്യ നടത്തിയാന്ന് പറഞ്ഞുകൊണ്ട് വീഡിയോ കാണിക്കുന്നുണ്ട് പാകിസ്ഥാൻ. അപ്പൊ ആ രീതിയിലേക്കുള്ള രാജ്യമേ ഉള്ളൂ. അത് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല. അപ്പൊ ഇതിനെ നമ്മൾ ആ രീതിയിലേക്ക് പോലും ഇനി നാളെ കാലത്തെ കാണിക്കാൻ പറ്റാത്ത രീതിയിലേക്ക് ഈ രാജ്യത്തെ മാറണം. അല്ലെങ്കിൽ ഈ രാജ്യത്തെ അവർ ഉപയോഗിക്കും. പ്രധാനമായിട്ടും ചൈന ഉപയോഗിക്കും, അല്ലെങ്കിൽ നമ്മുടെ ശത്രു രാജ്യങ്ങൾ ഉപയോഗിക്കാൻ സാധ്യതയുണ്ട്. ഇപ്പോഴും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഈ മറ്റേ നീർക്കോലിക്ക് വിഷമുണ്ട് എന്ന് പറയുന്നതൊക്കെ ഇടയ്ക്കിടയ്ക്ക് തലവെക്കുന്നുണ്ടല്ലേ ബംഗ്ലാദേശ്. ഇതിന്റെ കൂടെ അവന്മാരും തലവെക്കും, ഈ കൈകാര്യം ചെയ്ത് കൊടുത്തില്ലെങ്കിൽ അപ്പൊ തലവെക്കും. അപ്പൊ അതുകൊണ്ടാണ് നരേന്ദ്രമോദി ആര് പറഞ്ഞാലും കേൾക്കത്തില്ല, ഇതിനകത്തൊരു തീരുമാനം ഉണ്ടാക്കി. കാരണം ദീർഘവീക്ഷണം അദ്ദേഹത്തിന്, നമ്മുടെ പ്രധാനമന്ത്രിക്ക്, നമ്മുടെ രാജ്യത്തിനും ഉണ്ടല്ലോ. എന്താണ് കാണിക്കുന്നത്, എന്തിനു വേണ്ടിയാണ് കാണിക്കുന്നത്, ഇപ്പൊ ഈ അടിച്ചതിന്റെ കാര്യം എന്താണ്, അപ്പൊ അത് താരിഫായിട്ട് ബന്ധപ്പെട്ടാണെന്നും അല്ലെങ്കിൽ നമ്മുടെ ചില തടസ്സങ്ങൾ ഉണ്ടാക്കുന്നതിന് വേണ്ടിയാണെന്നും ഒക്കെ മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് ഈ ഒരു യുദ്ധം, ഇത് പലവട്ടം യുദ്ധം ഉണ്ടായി അവന്മാർ തോറ്റുപോയിട്ടുണ്ട്. ഈ ഒരു യുദ്ധത്തോടു കൂടി പാകിസ്ഥാൻ ഇനിയും ഇന്ത്യയുമായിട്ടൊരു യുദ്ധം ആലോചിക്കാൻ പറ്റാത്ത രീതിയിലേക്ക് ഈ യുദ്ധം കണ്ടിന്യൂ ചെയ്താൽ അല്ലെങ്കിൽ അത്തരത്തിലേക്ക് അവസാനിക്കുന്ന ഒരു യുദ്ധമായിട്ട് ഇത് മാറും. അതിനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതിനുള്ള തയ്യാറെടുപ്പുകളെല്ലാം ഇന്ത്യ നടത്തിയിട്ടുണ്ട്. അത്തരത്തിലേക്കാണ് കാര്യങ്ങളുടെ പോക്ക് എന്നാണ് നമ്മൾക്ക് മനസ്സിലാവുന്നത്. അപ്പൊ അതുപോലെ തന്നെ വേറെ ഒരു കാര്യമുണ്ട്. ഇപ്പൊ ഈ യുദ്ധത്തിനകത്ത് നമ്മളിപ്പോ പ്രധാനപ്പെട്ടതായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന POK, യുദ്ധം പൂർത്തി കഴിഞ്ഞാൽ POK നമ്മൾ പിടിക്കും. POK പിടിച്ചു കഴിഞ്ഞാലുള്ള ഒരു കുഴപ്പമെന്ന് പറഞ്ഞാൽ ചൈനയ്ക്ക് ആകെപ്പാടെ പാകിസ്ഥാനുമായിട്ടുള്ള അതിർത്തി POK അവരുടെ കയ്യിൽ, അല്ലെങ്കിൽ POK അവരുടെ കയ്യിൽ ഇരിക്കുന്നതുകൊണ്ട് ആ അതിർത്തി എന്ന് പറയുന്ന സംഭവം അതോടുകൂടി പോകും. പിന്നെ ചൈന പാകിസ്ഥാൻ ബോർഡറില്ല, മനസ്സിലാവുന്നുണ്ട്. അതോടുകൂടി പാകിസ്ഥാൻ ചൈന മുറിഞ്ഞു പോകും. ഇപ്പോൾ ഉള്ളതിനകത്ത് ആ രീതിയിലൊക്കെ ഉള്ള കാര്യങ്ങൾ. അപ്പം ഈ യുദ്ധം കൊണ്ട് ഒരുപക്ഷെ ഈ ഒരു POK പിടിച്ചെടുത്താൽ, അല്ലെങ്കിൽ മൂർച്ഛിച്ചാൽ, അല്ലെങ്കിൽ നമ്മൾ ഇപ്പൊ തന്നെ POK ആണ് ലക്ഷ്യം വെക്കുന്നത്. POKയിലാണല്ലോ ഏറ്റവും കൂടുതൽ ഭീകരവാദികളെ ഉത്പാദിപ്പിക്കുന്ന ഫാക്ടറിമാർ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അപ്പൊ ആ രീതിയിലെ കാര്യങ്ങളുണ്ട്. അപ്പം യുദ്ധം തുടർന്നുകൊണ്ട് പോയാൽ POK ഉൾപ്പെടെയുള്ള, അല്ലെങ്കിൽ നമ്മൾ പിടിക്കാൻ സാധ്യത വന്നാൽ ഇതോടുകൂടി ചൈന പാകിസ്ഥാൻ ബന്ധം തന്നെ ഇല്ലാതാകുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങും. തീർച്ചയായും വ്യക്തമാണ്. അത്തരത്തിലാണ് കാര്യങ്ങളുടെ പോക്ക്. ഒരുപക്ഷെ ഇന്ത്യ ഈ സമയത്ത് തിരിച്ചടിച്ചില്ലെങ്കിൽ പ്രശാന്ത് സാറ് പറഞ്ഞതുപോലെ അത് ഇടയ്ക്ക് പൊന്തുന്ന നീർക്കോലി എന്നൊക്കെ പറയുന്ന പോലെ ബംഗ്ലാദേശിനും ചൈനയ്ക്കും ഒക്കെ അതൊരു നല്ലൊരു അവസരമായി മാറും. എന്തു ചെയ്താലും ഇന്ത്യ തിരിച്ചടിക്കില്ല എന്നുള്ള ഒരു ആലോചന അല്ലെങ്കിൽ അത്തരം ഒരു ചിന്ത
ലോകരാജ്യങ്ങൾക്കിടയിൽ ഇന്ത്യയെ കുറിച്ചുണ്ടാകും എന്നുള്ള കാര്യം വ്യക്തമാണ്. അതുകൊണ്ട് തന്നെ കറക്റ്റ് സമയത്ത് കൃത്യമായ മറുപടി അതിശക്തമായ രീതിയിൽ ഇന്ത്യ നൽകിയിരിക്കുന്നു എന്നുള്ളതാണ് വ്യക്തമാണ്. താങ്ക് യു സർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.